കീർത്തനങ്ങൾ 71:7 പറയാ, ഞാൻ പലർക്കും ഒരു അത്ഭുതം ആയിരിക്കുന്നു. ആയിരിക്കുമെന്നല്ല, ആയിരിക്കുന്നു. ദാവീദ് എഴുതിയൊരു സങ്കീർത്തന. ദാവീദിനെ കുറിച്ച് നമുക്കറിയാം, ഒരു കാലത്ത് എല്ലാവരാലും ഒറ്റപ്പെട്ട് ഏകനായി വനവാസത്തിന് തുല്യമായ ഒരു ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. എല്ലാവരാലും ഒറ്റപ്പെട്ടു. ഇതേ ദാവീദ് പറഞ്ഞ മറ്റൊരു പദമുണ്ട്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. അതായത് എല്ലാവരാലും മാറ്റി നിർത്തപ്പെട്ടു, ആരും ചേർത്ത് പിടിക്കാനില്ലാത്ത ഒരവസ്ഥയിലൂടെ കടന്നുപോയ ദാവീദ്. എന്നാൽ ഈ സങ്കീർത്തനത്തിൽ പറയാ, ഞാൻ പലർക്കും ഒരു അത്ഭുതം ആയിരിക്കുന്നു. ഇന്നത്തെ അവസ്ഥ ഞാനൊരു അത്ഭുത. ഞാൻ ദാവീദിനോട് ചോദിച്ചു, ദാവീദേ, നിന്നെ ഉയർത്താനും ചേർത്ത് പിടിക്കാനൊന്നും ആരുമില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നീ ഒരു അത്ഭുതമായി മാറിയത്? ദാവീദിന് പറയാനുള്ളത് അതേ വചനത്തിന്റെ തൊട്ടടുത്ത വാക്ക്, അവൻ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു. ആര്? 23-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വചനം, യഹോവ എൻ്റെ ഇടയനാകുന്നു. അതെ, യഹോവ ദാവീദിന്റെ ബലമുള്ള സങ്കേതമായതുകൊണ്ട്, യഹോവ ദാവീദിന്റെ ഇടയനായതുകൊണ്ട്, മനുഷ്യരെല്ലാം അവനെ ഒറ്റപ്പെടുത്താനും അപമാനിക്കാനും തോൽപ്പിക്കാനും ശ്രമിച്ചപ്പോൾ അവൻ്റെ ഇടയനായ യഹോവ അവനെ പലർക്കും ഒരു അത്ഭുതമാക്കി മാറ്റി. അവൻ്റെ ജീവിതത്തിൻ്റെ നിലവാരത്തെ മാറ്റി അവനൊരു അത്ഭുതമാക്കി മാറ്റി. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയരെ, ഇന്ന് കടന്നു പോകുന്ന സാഹചര്യങ്ങൾ കണ്ട് വിഷമിക്കുകയാണോ? തോറ്റെന്നുള്ള ചിന്തയാണോ ഹൃദയത്തിൽ വരുന്നത്? ദാവീദ് നമ്മളോട് വിളിച്ചു പറയാ, ആരും ചേർത്ത് പിടിക്കാനില്ലെങ്കിലും, ആരും സഹായിക്കാനില്ലെങ്കിലും യഹോവയാണോ നിന്റെ ആശ്രയം? അവനാണോ നിന്റെ ബലമുള്ള സങ്കേതം? യഹോവയാണോ നിന്റെ ഇടയൻ? അങ്ങനെയെങ്കിൽ നീ പലർക്കും ഒരു അത്ഭുതമായി തീരും. ഗോഡ് ബ്ലെസ് യു. ആമേൻ.